Next I discuss about one of the vertical transportation equipment is known as lift. What is a lift? The lift is a type of vertical transportation equipment that efficiently move people or goods between floors of a building, vessel or other structures, generally powered by electric motors that either drive cables, hoist or pump hydraulic fluid to raise a cylindrical piston like a jack. ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ എക്യുപ്മെൻ്റ് ആണ്. പീപ്പിൾസിനെയും അതുപോലെ തന്നെ ഗുഡ്സിനെയൊക്കെ വൺ ലെവൽ ഓഫ് ഫ്ലോർസിൽ നിന്ന് വേറൊരു ലെവൽസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മീഡിയം. ജനറലി ഈ ലിഫ്റ്റൊക്കെ വർക്ക് ചെയ്യുന്നത് ഇലക്ട്രിക് മോട്ടോഴ്സ്, അതുപോലെ തന്നെ കേബിൾസ്, പമ്പ്സ് ഇവയുടെയൊക്കെ ഒരു കമ്പൈൻഡ് ആക്ഷൻ വഴിയാണ് ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആവുന്നത്. ബേസിക് ടെർമിനോളജീസ് ഓഫ് എ ലിഫ്റ്റ്. Elevator car, that part of an elevator that includes the platform, enclosure, car frame and door. എലിവേറ്റർ കാർ എന്ന് പറഞ്ഞാൽ ആ മെയിൻ പോർഷൻ, ആ ക്യാബിൻ പോർഷനെ പറയുന്ന പേരാണ് എലിവേറ്റർ കാർ. അതിലാണ് പാസഞ്ചേഴ്സൊക്കെ എൻ്റർ ചെയ്യുന്നത്. അതിനൊരു മെയിൻ ഡോർസൊക്കെ ഉണ്ടാവും അല്ലേ, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് മെഷീൻ ബീം. എ സ്റ്റീൽ ബീം പൊസിഷൻ ഡയറക്ട്ലി ഓവർ ദ എലിവേറ്റർ ഇൻ ദ മെഷീൻ റൂം ആൻഡ് ഈസ് യൂസ്ഡ് ടു സപ്പോർട്ട് എലിവേറ്റർ എക്യുപ്മെൻറ്റ്. ഈ എലിവേറ്റർ എക്യുപ്മെൻറ്റ്സിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെയിൻ സ്റ്റീൽ ബീമിനെ പറയുന്ന പേരാണ് മെഷീൻ ബീം. മെഷീൻ റൂം. ദിസ് യൂഷ്വലി ലൊക്കേറ്റഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഷാഫ്റ്റ് ആൻഡ് അക്കോമഡേറ്റ്സ് ദ വൈൻഡിങ് മെഷീൻ എക്സെട്ര. ഈ മെഷീൻ റൂംസിലായിരിക്കും ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിലായിരിക്കും മെഷീൻ റൂം ഉണ്ടാവുക. ഇവിടെയാണ് മെയിനായിട്ടുള്ള ഷാഫ്റ്റ് എക്യുപ്മെൻറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ടാവുക. Next, pit, that part of an elevator shaft that extends from the threshold level of the lowest landing door down to the floor at the very bottom of the shaft. ഏറ്റവും താഴെയുള്ള ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ താഴേക്ക് ഒരു പിറ്റ് എടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു എലിവേറ്റഡ് കാറ് കറക്റ്റായിട്ട് അതിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണത്. നെക്സ്റ്റ് ഷാഫ്റ്റ്, എ ഹോയിസ്റ്റ് വേ ത്രൂ വിച്ച് വൺ ഓർ മോർ എലിവേറ്റർ കാർസ് മേ ട്രാവൽ. ഹോയിസ്റ്റ് വേ എന്ന് പറയുന്നത് ആ ഒരു ട്രാവലിംഗ് പൊസിഷനെ പറയുന്ന പേരാണ്. ഷാഫ്റ്റ്. നെക്സ്റ്റ് കൗണ്ടർ വെയ്റ്റ് ഓർ ബാലൻസ് വെയ്റ്റ്. എ യൂണിറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എ സ്റ്റീൽ വെയ്റ്റ്സ് വിച്ച് കൗണ്ടർ ബാലൻസ് ദ വെയ്റ്റ് ഓഫ് ദ കാർ ആൻഡ് പോർഷൻ ഓഫ് ദ ലോഡ് ആൻഡ് ടു വിച്ച് the suspension rope are attached. കൗണ്ടർ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് വെയ്റ്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ടല്ലേ ഈ എലിവേറ്റർ കാറിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് വെയ്റ്റ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. Another technical part of a lift is traction drive. Lift whose lifting ropes are driven by friction in the grooves of the driving sheaves of the machine. ഇവിടെ നമ്മൾ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഗ്രൂവ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് ലിഫ്റ്റിൻ്റെ സഡൻ ഫാളിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു പാർട്ടിനെ പറയുന്ന പേരാണ് ട്രാക്ഷൻ ഡ്രൈവ്. നെക്സ്റ്റ് പാർട്ട് ഈസ് ട്രailing കേബിൾസ്. ഫ്ലെക്സിബിൾ കേബിൾ പ്രൊവൈഡിങ് ഇലക്ട്രിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ദ ലിഫ്റ്റ് കാർ ആൻഡ് ഫിക്സ്ഡ് പോയിന്റ് ഓർ പോയിൻറ്റ്സ്. ഈ ട്രെയിലിംഗ് കേബിൾസ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലെക്സിബിൾ കേബിൾസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ലിഫ്റ്റ് കാറിന് ഇലക്ട്രിക് സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേബിൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ കേബിൾസിനെ പറയുന്ന പേരാണ് ട്രെയിലിംഗ് കേബിൾസ്. നെക്സ്റ്റ് ബോട്ടം ക്ലിയറൻസ്. ദ ഡിസ്റ്റൻസ് ഇൻക്ലൂഡിംഗ് ബഫർ കംപ്രഷൻ ദ പ്ലാറ്റ്ഫോം കുഡ് ട്രാവൽ ബിലോ ദി ബോട്ടം ലാൻഡിംഗ് അണ്ടിൽ ദ ഫുൾ വെയ്റ്റ് ഓഫ് ദ കാർ വെൻ ലോഡഡ് റെസ്റ്റ് ഓൺ ദി ബഫർ. ബഫർ എന്ന് പറയുന്നത് ഏറ്റവും ബോട്ടം മോസ്റ്റ് പൊസിഷനിൽ കാണുന്ന ഒരു പാർട്ടാണ്. ഇവിടെയാണ് നമ്മുടെ ലിഫ്റ്റ് കാറ് റെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഫുൾ ലോഡ് വരുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ബഫർ. ദ നെക്സ്റ്റ് വൺ ഈസ് ടോപ്പ് ക്ലിയറൻസ്. ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടോപ്പ് കാർ അറ്റാച്ച്മെൻറ്റ് ആൻഡ് ദ ബോട്ടം ഓഫ് ദി ഡൈവേർട്ടിംഗ് പുള്ളി ഓർ എനി സ്റ്റീൽ വർക്ക് സപ്പോർട്ടിംഗ് എക്യുപ്മെൻറ്റ്. There must be an adequate margin between this and the car will not contact the diverting pulley or steel work.
The next one of the part is guide rails. These fixed truly vertical in the shaft are of steel are served to guide the movement of both car and counterweight. നമുക്ക് ഈ ഒരു കാറിൻ്റെ മൂവ്മെൻറ്റും അതുപോലെ തന്നെ കൗണ്ടർ വെയ്റ്റ്സിൻ്റെ ഒക്കെ മൂവ്മെൻറ്റ് പോസിബിൾ ആക്കുന്നത് ഗൈഡ് റെയിൽസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത്രയും മെയിൻ ടെർമിനോളജീസാണ് ഒരു ലിഫ്റ്റിൻ്റെ കേസിൽ വരുന്നത്. വേരിയസ് ടൈപ്സ് ഓഫ് ലിഫ്റ്റിനെ കുറിച്ചാണ് ഇനി നെക്സ്റ്റ് പറയുന്നത്. ഫസ്റ്റ് വൺ, പാസഞ്ചർ ലിഫ്റ്റ്. എ ലിഫ്റ്റ് ഡിസൈൻഡ് ഫോർ ദി ട്രാൻസ്പോർട്ട് ഓഫ് പാസഞ്ചേഴ്സ്. പാസഞ്ചേഴ്സിൻ്റെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി കൊടുക്കുന്ന ലിഫ്റ്റസിനെയാണ് പാസഞ്ചർ ലിഫ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഗുഡ്സ് ലിഫ്റ്റ്. എ ലിഫ്റ്റ് ഡിസൈൻഡ് പ്രിലിമിനറി ഫോർ ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് ബട്ട് വിച്ച് മേ ക്യാരി ലിഫ്റ്റ് അറ്റൻഡൻറ്റ് ഓർ അതർ പേഴ്സൺസ് നെസസറി ഫോർ ദ അൺലോഡിംഗ് ആൻഡ് ലോഡിംഗ് ഓഫ് ഗുഡ്സ്. ഇവിടെ മെയിനായിട്ട് എന്താണ്, ഗുഡ്സിൻ്റെ ഒരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഗുഡ്സ് ലിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, അൺലോഡിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ലോഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫ്സ് ഈ ഒരു ലിഫ്റ്റിലുണ്ടായിരിക്കും. അവരെയും കൂടി ക്യാരി ചെയ്യുന്നുണ്ട് ഈ ഒരു ലിഫ്റ്റ്. നെക്സ്റ്റ് വൺ, സർവീസ് ലിഫ്റ്റ്. ഡംപ് വെയ്റ്റേഴ്സ്. എ ലിഫ്റ്റ് വിത്ത് എ കാർ വിച്ച് മൂവ്സ് ഗൈഡ്സ് ഇൻ എ വെർട്ടിക്കൽ ഡയറക്ഷൻ ഹാസ് നെറ്റ് ഫ്ലോർ ഏരിയ 1 meter square, total inside height of 1.25 meter and capacity not exceeding 250 kg and is exclusively used for carrying materials and shall not carry any persons. ഡംപ് വെയ്റ്റേഴ്സ് എന്ന് പറയുന്നത് സർവീസ് ലിഫ്റ്റാണ്. ഇവിടെ എന്താണ്, ടോട്ടൽ ഫ്ലോർ ഏരിയ വരുന്നത് 1 meter square ആണ്. ഈ ഒരു ലിഫ്റ്റിൻ്റെ ടോട്ടൽ ഫ്ലോർ ഏരിയ വരുന്നത് 1 meter square ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഹൈറ്റ് വരുന്നത് 1.25 മീറ്റർ ആണ്. ഈ ഒരു ലിഫ്റ്റ് ക്യാരി ചെയ്യുന്ന വെയ്റ്റ് എന്ന് പറയുന്നത് 250 കിലോഗ്രാമിനും താഴെയായിരിക്കും. ഇത് മെറ്റീരിയൽസിൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഷന് മാത്രം വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, പേഴ്സൺസിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ അല്ല. ടൈപ്പ് ഓഫ് ലിഫ്റ്റ് ഈസ് ഹോസ്പിറ്റൽ ലിഫ്റ്റ്. എ ലിഫ്റ്റ് നോർമലി ഇൻസ്റ്റാൾഡ് ഇൻ എ ഹോസ്പിറ്റൽ, ഡിസ്പെൻസറി, ക്ലിനിക് and designed to accommodate one number bed structures along its depth with sufficient space around to carry minimum of 3 attendants in addition to the lift operation. ഈ ഒരു ലിഫ്റ്റ് മെയിൻലി ഇൻസ്റ്റാൾഡ് ചെയ്തിരിക്കുന്നത് ഹോസ്പിറ്റൽസ്, ഡിസ്പെൻസറി അതുപോലെ തന്നെ ക്ലിനിക്സിലൊക്കെയാണ്. ഇവിടുത്തെ മെയിൻ യൂസേജ് എന്ന് പറഞ്ഞാൽ 1 ബെഡ് ക്യാരി ചെയ്യാനുള്ള സ്പേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ സ്ട്രക്ചേഴ്സ് അക്കോമഡേറ്റ് ചെയ്തിരിക്കണം. 2 or 3 അറ്റൻഡേഴ്സിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരിക്കണം ഈ ലിഫ്റ്റ്. പാസഞ്ചർ ലിഫ്റ്റിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഇവിടെ എന്താണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്, ലിഫ്റ്റ് സ്പീഡിനെ കുറിച്ചാണ്. ഇപ്പോൾ 8 മുതൽ 10 ഫ്ലോർസാണ് കൊടുക്കുന്നതെങ്കിൽ 1 meter per second ആണ് ലിഫ്റ്റിൻ്റെ സ്പീഡ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. 10 ഫ്ലോർസിനും എബോവ് ഫ്ലോർസ് ഉണ്ടെങ്കിൽ 2.5 meter to 10 meter per second വരെ സ്പീഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അതിൻ്റെ സിസ്റ്റം ഡിസൈൻ കൺസെപ്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഗൂഡ്സ് ലിഫ്റ്റിൻ്റെ ഫോട്ടോഗ്രാഫാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ടൈപ്പ് ഓഫ് ലിഫ്റ്റ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഷോപ്പിംഗ് കോംപ്ലക്സസിലും എയർപോർട്ട്സിൽ, ഹോട്ടൽസിലൊക്കെയാണ്, വെയർ ഹൗസസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഡംപ് വെയ്റ്റേഴ്സിൻ്റെ ഫോട്ടോഗ്രാഫ്സാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ കാണാം. എൻ്റെ പ്ലാൻ നോക്കുകയാണെങ്കിൽ 1 meter square ഏരിയ ആണ് നമ്മൾ ആ ലിഫ്റ്റിൻ്റെ സ്പേസ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹൈറ്റ് കൊടുക്കുന്നത് 1.25 meter ആണ്. ഈ ഒരു ലിഫ്റ്റ് മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് റെസ്റ്റോറൻറ്റ്സിലാണ് കൂടുതലായിട്ടും. പിന്നെ സ്കൂൾസിൽ, കിൻഡർ ഗാർഡൻസിൽ, ഹോസ്പിറ്റൽസിൽ, റിട്ടയർമെൻറ്റ് ഹോംസിൽ, പ്രൈവറ്റ് ഹോംസിൽ ഇവിടെയൊക്കെ കൊടുക്കാറുണ്ട്. വേറൊരു ടൈപ്പ് ഓഫ് ലിഫ്റ്റും കൂടി നമ്മൾ കൊടുക്കാറുണ്ട്, സിസർ ലിഫ്റ്റ്. സിസർ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മൂവബിൾ ലിഫ്റ്റാണ്. നമുക്കൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിഫ്റ്റാണ്. അതുപോലെ തന്നെ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ കൺസ്ട്രക്ഷനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ലിഫ്റ്റ് കൂടിയാണ്. നെക്സ്റ്റ് വി ഡിസ്കസ് അബൌട്ട് എയർ കണ്ടീഷനിങ്. അപ്പോൾ ബിൽഡിങ്സിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെയിൻ സർവീസാണ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. സോ എയർ കണ്ടീഷൻ ചെയ്യുന്നതിൻ്റെ ഒരു പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻസിന് ബിൽഡിങ്ങിൽ ഒരു ഗുഡ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് ഇതിൻ്റെ ഒരു മെയിൻ ഫങ്ഷൻ. എയർ കണ്ടീഷനിങ്ങിൽ വരുന്ന
ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ വിൻഡോ എയർ കണ്ടീഷനിങ് സിസ്റ്റം, സെക്കൻഡ് സ്പ്ലിറ്റ് എയർ കണ്ടീഷനിങ് സിസ്റ്റം, തേർഡ് സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റം, ഫോർത്ത് പാക്കേജ് എയർ കണ്ടീഷനിങ് സിസ്റ്റം. Window air conditioning system. Window air conditioners are one of the most commonly used and cheapest type of air conditioners. ഇതൊരു ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ്. നമുക്കധികം കോസ്റ്റ് ഒന്നും ഇതിന് വരുന്നില്ല. To install one of these unit, you need the space to make a slot in the wall, and there should also be some open space behind the wall. ഇതിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് സ്പേസ് മാത്രം മതി. ഒന്നെങ്കിൽ എന്താ ഇൻബിൽറ്റ് വാൾ ചെയ്യാം, അല്ലെങ്കിൽ ബിഹൈൻഡ് ദ വാളും ചെയ്യാം. വിൻഡോ എയർ കണ്ടീഷനേഴ്സ് യൂണിറ്റ് ആർ റിലയബിൾ ആൻഡ് സിമ്പിൾ ടു ഇൻസ്റ്റാൾ സൊല്യൂഷൻ ടു കീപ് റൂം കൂൾ വൈൽ അവോയ്ഡിങ് ദ കോസ്റ്റ്ലി കൺസ്ട്രക്ഷൻ ഓഫ് സെൻട്രൽ എയർ സിസ്റ്റം. നമുക്ക് സെൻട്രലൈസ്ഡ് എ സി ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിനൊക്കെ എന്ന് പറയുന്നത് വലിയ കോസ്റ്റ് ആവും. നേരെ മറിച്ച് ഒരു സിംഗിൾ റൂംസിനൊക്കെ ആണെങ്കിൽ വിൻഡോ എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ്, ബെറ്റർ യെറ്റ് വെൻ ദ സമ്മർ ഹീറ്റ് ഡൈസ് ഡൗൺ, ദീസ് യൂണിറ്റ് ക്യാൻ ഈസിലി റിമൂവ്ഡ് ഫോർ സ്റ്റോറേജ് ആൻഡ് യു ക്യാൻ യൂസ് ദ വിൻഡോ സിൽ ഫോർ അതർ പർപ്പസ്. ഈ ഒരു കേസിൽ പറയുന്നത് സമ്മർ സീസൺസ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റം എടുത്തു മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ യൂസ് ചെയ്യുന്ന വിൻഡോസൊക്കെ നമുക്ക് അതർ പർപ്പസസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അടുത്ത ഒരു ടൈപ്പ് ഓഫ് എയർ കണ്ടീഷനിങ് ആണ് സ്പ്ലിറ്റ് എയർ കണ്ടീഷനിങ് സിസ്റ്റം. ദ സ്പ്ലിറ്റ് എയർ കണ്ടീഷനേഴ്സ് കംപ്രൈസ് ടു പാർട്സ്, ദ ഔട്ട്ഡോർ യൂണിറ്റ് ആൻഡ് ഇൻഡോർ യൂണിറ്റ്. ഇതിന് മെയിനായിട്ട് രണ്ട് യൂണിറ്റ്സ് ആണ് ഉള്ളത്. ഒന്ന് വീടിനകത്ത് വെക്കുന്നതും പുറമേ വെക്കുന്ന രണ്ട് യൂണിറ്റ്സ് ആണുള്ളത്. The outdoor unit fitted outside of the room houses components like a compressor, condenser and expansion valve. അതിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റിൽ വെക്കുന്ന ആ ഒരു യൂണിറ്റിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിനെ പറ്റിയാണ് പറഞ്ഞത്. ഒരു കംപ്രസർ ഉണ്ടാവും, കണ്ടൻസർ ഉണ്ടാവും, ഒരു എക്സ്പാൻഷൻ വാൾവ്സും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ദ ഇൻഡോർ യൂണിറ്റ് കംപ്രൈസ് ദ ഇവാപറേറ്റർ ഓർ കൂളിംഗ് കോയിൽ and the cooling fan. For this unit you don't have make any slot in the wall of the room. നമുക്ക് ഒരു സ്ലോട്ടൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വാളിൻ്റെ ഉള്ളിൽ ഇൻസൈഡ് ആയിട്ടൊരു സ്ലോട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഒരു ഇൻഡോർ യൂണിറ്റ്സിൽ വരുന്ന മെയിൻ പാർട്സ് ആണ് കൂളിംഗ് കോയിൽ, അതുപോലെ തന്നെ കൂളിംഗ് ഫാന്, ഇവാപറേറ്റേഴ്സ്, ഇതൊക്കെയാണ് വരുന്നത്. The last point is, further the present day split unit have aesthetic looks and add to beauty of rooms. The split air conditioner can be used to cool one or two rooms. ഈ ഒരു സ്പ്ലിറ്റ് എയർ കണ്ടീഷനിങ്ങിൽ ഒരു റൂമിനോ രണ്ട് റൂംസിനോ ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. മേജറായിട്ട് ഒരു റൂമിന് മാത്രമാണ് നമ്മൾ കൊടുത്ത് കണ്ടുവരാറുള്ളത് അല്ലേ. അപ്പോൾ ഇതൊരു ബ്യൂട്ടി കൂടി നമ്മളെ റൂംസിന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ആസ്തെറ്റിക് ലുക്സ്. The next air conditioning system is centralized air conditioning system. The central air conditioning plants or the system are used when large buildings, hotels, theaters, airports, shopping malls, etc. are to be air conditioned completely. ഇവിടെ നമുക്ക് ഒരു ലാർജ് ഏരിയാസിലൊക്കെയാണ് കൂടുതലായിട്ടും ഈ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. മെയിനായിട്ട് ലാർജ് ബിൽഡിങ്സിൽ, ഹോട്ടൽസിൽ, തിയേറ്റേഴ്സിൽ, എയർപോർട്ട്സിൽ, ഷോപ്പിംഗ് മാൾസിൽ, ഇവിടെയൊക്കെയാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രലൈസ്ഡ് യൂണിറ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഡിഫറെൻറ്റ് പാർട്സിലേക്ക്, ബിൽഡിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ഏരിയാസിലേക്ക് നമ്മൾ ഈ ഒരു എയറിനെ സർക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യിക്കുന്നത്. ദ വിൻഡോ ആൻഡ് സ്പ്ലിറ്റ് എയർ കണ്ടീഷൻസ് ആർ യൂസ്ഡ് ഫോർ എ സിംഗിൾ റൂംസ് ഓർ സ്മോൾ ഓഫീസ് സ്പേസസ്. നമ്മൾ സ്പ്ലിറ്റ് എയർ കണ്ടീഷനേഴ്സും അതുപോലെ തന്നെ വിൻഡോ എയർ കണ്ടീഷനേഴ്സൊക്കെ ഒരു സിംഗിൾ റൂമിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. പക്ഷേ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഏരിയാസിലേക്ക് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതാണ്.
If the whole building is to be cooled, it is not economically viable to put window or split air condition in each and every room. ഇത് എക്കോണമിക്കലി കുറച്ച് കോസ്റ്റ് ചിലവാകുന്ന ഒരു സിസ്റ്റമാണ്. Further, these small units cannot satisfactorily cool the large halls, auditoriums, receptions areas. നമുക്കൊരു സ്പ്ലിറ്റ് എ സി ഒന്നും ഒരു ചെറിയ ഏരിയാസിൽ മാത്രമേ യൂസ്ഫുൾ ആവുള്ളൂ അല്ലേ. നേരെ മറിച്ച് ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഏരിയാസിലേക്ക് ഒരു യൂസ്ഫുൾ മെത്തേഡ് കൂടിയാണ്. The last one is packaged air conditioning system. The window and split air conditions are usually used for small air conditioning capacities up to 5 tons. ഇപ്പം നമ്മൾ സ്പ്ലിറ്റ് എയർ കണ്ടീഷനേഴ്സും അതുപോലെ തന്നെ സ്മോൾ എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് ഒക്കെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 5 ടൺസ് വരെയാണ്. 5 ടൺസ് എന്ന് പറയുന്നത് അതിൻ്റെ യൂണിറ്റ് ആണ്. The central air conditioning system are used for where the cooling loads extend beyond 20 tons. സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 20 ടൺസിന് കൂടുതലുള്ള ലോഡ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദ പാക്കേജ്ഡ് എയർ കണ്ടീഷൻസ് ആർ യൂസ്ഡ് ഫോർ കൂളിംഗ് കപ്പാസിറ്റീസ് ഇൻ ബിറ്റ്വീൻ ദീസ് ടു എക്സ്ട്രീംസ്. ഈ രണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൻ്റെയും ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു സിസ്റ്റമാണ് പാക്കേജ്ഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റം. ദ പാക്കേജ്ഡ് എയർ കണ്ടീഷനേഴ്സ് അവൈലബിൾ ഇൻ ദ ഫിക്സഡ് റേറ്റ്സ് കപ്പാസിറ്റി 3, 5, 7, 10 ആൻഡ് 15 ടൺസ്. അതിൻ്റെ യൂണിറ്റ്സ് ആണ്, ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആണ് വരുന്നത്. 3, 7, 10 ആൻഡ് 15. These units are used commonly in places like restaurants, telephone exchanges, homes, small halls, etc. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പ്ലേസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. റെസ്റ്റോറൻറ്റ്സ്, ടെലിഫോൺ എക്സ്ചേഞ്ചസിൽ, ഹോംസിൽ, സ്മോൾ ഹാൾസിലൊക്കെയാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്.